previous questions and answers of the chapter Digestion and Absorption. Question number 1. The following reactions are catalyzed by the enzymes produced from the digestive gland. Rewrite the reaction and write the correct enzyme above the arrow mark. 2009 question ആണ് 2 മാർക്കിന്റെ താഴെ 4 റിയാക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ആ 4 റിയാക്ഷൻസിന്റെയും എൻസൈംസിന്റെ പേര് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് എൻസൈം ഏതാണെന്ന് നമുക്ക് നോക്കാം. പ്രോട്ടീൻസ്, പെപ്റ്റോൺസ് ആൻഡ് പ്രോട്ടിയോസസ്. ഇത് മൂന്നിനെയും കൂടെ ഡൈജസ്റ്റ് ചെയ്യുന്ന എൻസൈം 3 എണ്ണമാണ്. ട്രിപ്സിൻ, കൈമോട്രിപ്സിൻ ആൻഡ് കാർബോക്സി പെപ്റ്റിഡേസ്. They are converted into dipeptides. Polysaccharides are converted into disaccharides by the enzyme amylase. Fats are converted into diglycerides and also by monoglycerides through an enzyme lipases. And the next one, nucleic acid is converted into nucleotides and nucleosides by the enzyme nucleases. Question number 2. Label the parts A and B. തന്നിരിക്കുന്ന പിക്ചർ സ്റ്റൊമക്കിൻ്റെയാണ്. ആ സ്റ്റൊമക്കിൽ 2 പാർട്ട് മാർക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ആ പാർട്ട് മാർക്ക് ചെയ്യുന്നതിൽ എയും ബിയും ആണ് തന്നിരിക്കുന്നത്. ഇത് ഏതൊക്കെയാണെന്നാണ് ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഈവൻ ദോ കോൺസെൻട്രേറ്റഡ് HCl is stored in the stomach, it will not generally damage the stomach wall. Why? ഈ സ്റ്റൊമക്കിൻ്റെ ഉള്ളിൽ കോൺസെൻട്രേറ്റഡ് HCl ഉണ്ടായിട്ട് പോലും എന്തുകൊണ്ടാണ് അതിൻ്റെ വാളിനെ അത് ഡാമേജ് ചെയ്യാത്തത്? അപ്പോൾ വാൾ മാർക്ക് ചെയ്ത പാർട്സ് നമുക്ക് നോക്കാം. എ എന്നുള്ളത് കാർഡിയാക് ആണ്, ബി എന്നുള്ളത് പൈലോറിക് ആണ്. ആൻഡ് കോൺസെൻട്രേറ്റഡ് HCl ഉണ്ടായിട്ടും അതിനെ ഡാമേജ് ചെയ്യാത്തതിൻ്റെ റീസൺ, the mucus and bicarbonates present in the gastric juice play an important role in lubrication and protection of mucosal epithelium. ഇവിടെയുള്ള മ്യൂക്കോസൽ എപ്പിത്തീലിയത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്യാസ്ട്രിക് ഗ്ലാൻഡ്സിൽ തന്നെയുള്ള ഗ്യാസ്ട്രിക് ജ്യൂസിൽ നിന്നും മ്യൂക്കസും ബൈകാർബണേറ്റ്സും സെക്രറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 3. The end product of fat digestion are not absorbed directly into bloodstream. Justify. ഫാറ്റിൻ്റെ ഡൈജഷൻ്റെ എൻഡ് പ്രൊഡക്ട്സ് ഒരിക്കലും ബ്ലഡിലേക്ക് അബ്സോർബ് ചെയ്യുന്നില്ല. അങ്ങനെ പറയുന്നത് ശരിയാണോ? ആണെങ്കിൽ അതിൻ്റെ റീസൺ എന്താണ്? The fatty acids and glycerols are insoluble, so it cannot be absorbed into the blood. വാട്ടറിൽ സോളിബിൾ അല്ലാത്ത മോളിക്യൂൾസ് ആണ് ഫാറ്റി ആസിഡ്സും ഗ്ലിസറോളും. ഫാറ്റി ആസിഡ്സും ഗ്ലിസറോളാണ് ഫാറ്റിൻ്റെ എൻഡ് പ്രൊഡക്ട്സ്. They are first incorporated into small droplets called micelli. ചെറിയ ഭാഗങ്ങളായിട്ട് മാറും, അതിൻ്റെ പേര് മിസെല്ലീസ് എന്നാണ്. ആൻഡ് മൂവ് ഇൻ ടു ഇൻഡസ്റ്റൈനൽ മ്യൂക്കോസ. അത് എന്നിട്ട് ഇൻഡസ്റ്റൈനൽ മ്യൂക്കോസിൻ്റെ ഉള്ളിലേക്ക് നീങ്ങിപ്പോകും. They are formed into very small protein-coated fat globules called chylomicrons. അവർ ഫാറ്റിൻ്റെ കവറിങ് കൊണ്ട് പ്രോട്ടീൻ്റെ കവറിങ് കൊണ്ട് ഫാറ്റിൻ്റെ മോളിക്യൂൾസിനെ കവർ ചെയ്യും. അപ്പോൾ അതിന് പറയുന്ന പേരാണ് കൈലോമൈക്രോൺസ്. വിച്ച് ആർ ട്രാൻസ്പോർട്ടഡ് ഇൻ ടു ലിംഫ് വെസൽസ് ഇൻ ദ വില്ലൈ. അത് ലിംഫ് വെസലിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുകയും ചെയ്യും. അങ്ങനെയാണ് ഫാറ്റിൻ്റെ മോളിക്യൂൾസിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. ഒരിക്കലും ബ്ലഡിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുന്നില്ല. മാത്രമല്ല ഇതിന് ബ്ലഡിൻ്റെ വെസൽസിന് ഒരു ബേസ്മെൻറ്റ് മെംബ്രെയിന് കൂടെ ഉണ്ട്. ആ ബേസ്മെൻറ്റ് മെംബ്രെയിന് ക്രോസ് ചെയ്യാൻ ഈ ഫാറ്റിൻ്റെ മോളിക്യൂൾസിന് സാധിക്കുകയില്ല. അതും കൂടെ ഒരു റീസൺ ആണ്. Question number 4. Observe the given diagram and answer the following question. Identify the duct labeled A. ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ A ഏതാണ്? And the secretion it pours into the duodenum. അതിൽ നിന്നും ഡിയോഡിനത്തിലേക്ക് വരുന്ന സെക്രീഷൻ്റെ പേരെന്താണ്? Mention any 2 function of secretion in digestion. ഇതിൽ നിന്ന് വരുന്ന സെക്രീഷൻ്റെ 2 ഫംഗ്ഷൻ ഡൈജഷനിൽ എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എ എന്നുള്ളത് ഡക്റ്റ് ഫ്രം ഗോൾ ബ്ലാഡർ ആണ്. ആൻഡ് ഗോൾ ബ്ലാഡറിൽ വന്ന് നിൽക്കുന്നത് ബൈലാണ്. ബൈല് സെക്രീറ്റ് ചെയ്യുന്നത് ആക്ച്വലി ലിവറാണ്, പക്ഷെ അത് സ്റ്റോർ ചെയ്യുന്നത് ഗോൾ ബ്ലാഡറിലാണ്. ഫങ്ഷൻസ് ഓഫ് ബൈൽ എന്ന് പറഞ്ഞാൽ അത് ഡിയോഡിനത്തിലേക്ക് എത്തുമ്പം അതിൻ്റെ ഫങ്ഷൻസ്, ഇറ്റ് ഹെൽപ്സ് ഇൻ എമൾസിഫിക്കേഷൻ ഓഫ് ഫാറ്റ്സ്. ഫാറ്റ്സിൻ്റെ എമൾസിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലാർജ് ഫാറ്റ് മോളിക്യൂൾസിനെ സ്മോളർ ആക്കി മാറ്റുന്ന പ്രോസസ്സാണ് emulsification, and it activates lipases. Question number 5.
Bile contain no digestive enzyme, so bile is not needed for digestion. Do you agree with this statement? Justify your answer. ബൈലിനെ നമുക്ക് ഡൈജസ്റ്റീവ് എൻസൈമായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് ബൈലിനെ കൊണ്ട് ഡൈജഷന് യാതൊരു ആവശ്യവുമില്ല എന്നാണ് ഇവിടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിരിക്കുന്നത്. ശരിയാണോ എന്നാണ് ക്വസ്റ്റ്യൻ. നോ, ബൈൽ ഈസ് നെസസറി ഫോർ ഡൈജഷൻ. ബൈൽ കണ്ടെയ്ൻസ് ബൈൽ പിഗ്മെൻറ്റ്സ്. ബൈൽ പിഗ്മെൻറ്റ്സിൽ 2 മോളിക്യൂൾസ് ആണ്, ബിലിറൂബിനും ബിലിവേർഡിനും. അതുകൊണ്ട് അതിൻ്റെ കൂടെ തന്നെ ബൈൽ സോൾട്സും കൊളസ്ട്രോളും ഫോസ്ഫോലിപ്പിഡ്സും ഉണ്ട്. ആൻഡ് ബൈലിൻ്റെ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ it helps in emulsification of fats and also it activates lipases. അടുത്ത ക്വസ്റ്റ്യൻ. Read the features of the cell layers in the wall of human intestine. ഹ്യൂമൻ ഇൻറ്റസ്റ്റൈൻ്റെ വാളിൻ്റെ മുകളിലുള്ള പ്രത്യേകതകളെയാണ് താഴെ തന്നിരിക്കുന്നത്. ഐഡൻറ്റിഫൈ ദ സെൽ ലെയേഴ്സ്. ആ കണ്ടിരിക്കുന്ന സെൽ ലെയേഴ്സിനെ നമ്മൾ ഏതാണെന്നുള്ളത് മനസ്സിലാക്കണം. എന്നിട്ട് ഇൻസൈഡ് ടു ഔട്ട്സൈഡ് ആയിട്ട് ഇൻറ്റസ്റ്റൈനിൻ്റെ ലെയേഴ്സിനെ നമ്മൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? ഇറ്റ് കൺസിസ്റ്റ് ഓഫ് സർക്കുലർ ആൻഡ് ലോങ്ജിറ്റ്യൂഡിനൽ സ്മൂത്ത് മസിൽ. ഔട്ടർ തിൻ ലെയർ ഈസ് ഫോംഡ് ഓഫ് മീസോത്തീലിയം. എ ലെയർ ഫോംഡ് ഓഫ് ലൂസ് കണക്റ്റീവ് ടിഷ്യൂ ആൻഡ് നെർവ്സ്. എപ്പിത്തീലിയം വിത്ത് ഗോബ്ലെറ്റ് സെൽസ് ടു സെക്രീറ്റ് മ്യൂക്കസ്. ആൻസർ നോക്കാം. ഒന്നാമത്തത് സർക്കുലർ ആൻഡ് ലോങ്ജിറ്റ്യൂഡിനൽ സ്മൂത്ത് മസിൽസ് ഉള്ള സെല്ലിൻ്റെ ലെയറിൻ്റെ പേര് മസ്കുലാരിസ്. ഔട്ടർ ലെയറിൻ്റെ പേര് സെറോസ. തേർഡ് ലെയർ ലൂസ് കണക്റ്റീവ് ടിഷ്യൂ ആൻഡ് നെർവ്സ് ഉള്ളത് സബ്മ്യൂക്കോസ. ഇനി ഗോബ്ലെറ്റ് സെൽസ് സെക്രീറ്റ് ചെയ്യുന്നത്, ഗോബ്ലെറ്റ് സെല്ലിൽ നിന്ന് മ്യൂക്കോസ സെക്രീറ്റ് ചെയ്യുന്നത് മ്യൂക്കോസ. ഈ 4 ലെയേഴ്സാണ് ഈ പറഞ്ഞിരിക്കുന്ന ഓർഡറിലുള്ളത്. നമ്മളോടത് അറേഞ്ച് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഫ്രം ഇൻസൈഡ് ടു ഔട്ട്സൈഡ്. അപ്പോൾ ഏറ്റവും ഉള്ളിലുള്ള ലെയർ മ്യൂക്കോസ, സെക്കൻഡ് ലെയർ സബ്മ്യൂക്കോസ, തേർഡ് ലെയർ മസ്കുലാരിസ് ആൻഡ് ഫോർത്ത് ലെയർ ഈസ് സെറോസ. ഇതാണ് ആൻസർ. ഇനി സ്കെച്ച് ആൻ ഔട്ട്ലൈൻ ഓഫ് എ പ്രോട്ടീൻ ഡൈജസ്റ്റിംഗ് ടേക്ക് പ്ലേസ് ഇൻ യുവർ എലിമെൻ്ററി കനാൽ. ഒത്തിരി വർഷങ്ങളിൽ സെയിം ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് പഠിച്ചു വെക്കേണ്ട ഒരു ക്വസ്റ്റ്യനാണ്. പ്രോട്ടീൻ്റെ ഡൈജഷൻ വളരെ സിമ്പിളായിട്ടുള്ള വേർഡ്സിൽ ഇവിടെ എഴുതിയിട്ടുണ്ട്. 2 സ്ഥലങ്ങളിലാണ് പ്രോട്ടീൻ്റെ ഡൈജഷൻ നടക്കുന്നത്. ബക്കൽ ക്യാവിറ്റിയിൽ പ്രോട്ടീൻ്റെ ഡൈജഷൻ ചെയ്യുന്ന എൻസൈംസ് ഇല്ലാത്തത് കൊണ്ട് ആദ്യത്തെ ഡൈജഷൻ നടക്കുന്നത് സ്റ്റൊമക്കിലാണ്. പെപ്സിനോജൻ ഈസ് എൻ ഇനാക്റ്റീവ് പ്രോട്ടിയോളിറ്റിക് എൻസൈം ആൻഡ് ഇറ്റ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു പെപ്സിൻ ബൈ എൻ എൻസൈം കോൾഡ് HCl. അതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. 2, ഈ പെപ്സിനാണ് വരുന്ന പ്രോട്ടീൻസിനെ പ്രോട്ടിയോസസും പെപ്റ്റോൺസുമായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. പ്രോട്ടിയോസസും പെപ്റ്റോൺസുമായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ഇൻറ്റസ്റ്റൈനിലേക്ക് എത്തുന്ന സമയത്ത് ട്രിപ്സിനോജൻ എന്ന് പറഞ്ഞിട്ടുള്ള എൻസൈം ട്രിപ്സിനായിട്ട് കൺവേർട്ട് ചെയ്യും. ആൻഡ് ഇറ്റ് ഈസ് ബൈ എൻഡറോകൈനേസ്. ഈ ട്രിപ്സിനാണ് ബാക്കിയുള്ള എല്ലാ എൻസൈംസിനെയും അതിൻ്റെ ആക്റ്റീവ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഉണ്ടാവുന്ന എൻസൈം ട്രിപ്സിനാണ്. ദിസ് ട്രിപ്സിൻ ആക്ടിവേറ്റ്സ് അതർ എൻസൈംസ് ഇൻ പാൻക്രിയാറ്റിക് ജ്യൂസ്. അതുപോലെ ലിവറിന് സെക്രീറ്റ് ചെയ്യുന്ന സെക്രീഷനാണ് ബൈൽ. Bile is stored in gallbladder and it contains bilirubin, biliverdin, bile salts, cholesterol and phospholipids. ഈ 5 മെറ്റീരിയൽസ് ആണ് ബൈൽസിലുള്ളത്. ഈ ബൈലിൻ്റെ 2 ഫംഗ്ഷനാണ് എഴുതിയിരിക്കുന്നത്. ഒന്ന് എമൾസിഫിക്കേഷൻ ഓഫ് ഫാറ്റ്സ് ആൻഡ് ഓൾസോ ആക്ടിവേറ്റ് ലിപ്പേസസ്. ഇനി അതും കഴിഞ്ഞ് ഇൻറ്റസ്റ്റൈനിൽ വരുന്ന പ്രോട്ടീൻസിനെയും പെപ്റ്റോൺസിനെയും പ്രോട്ടിയേസസിനെയും ഈ 3 എൻസൈംസ് ആണ് കൺവേർട്ട് ചെയ്യിപ്പിക്കുന്നത്. ട്രിപ്സിൻ, കൈമോട്രിപ്സിൻ ആൻഡ് കാർബോക്സി പെപ്റ്റിഡേസ്. ഈ 3ഉം ഇനാക്റ്റീവ് ഫോമിലായിരുന്നു ഉണ്ടായിരുന്നത്. അതിന് ആക്റ്റീവ് ആയതിനു ശേഷം ഈ പ്രോട്ടീൻസിൻ്റെ മുകളിൽ ആക്ട് ചെയ്തിട്ട് ഇറ്റ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു ഡൈപെപ്റ്റൈഡ്സ്. അപ്പോൾ ഇത്രയും റിയാക്ഷൻസ് ആണ് പ്രോട്ടീൻ്റെ ഡൈജഷനിൽ നടക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 8. Proenzyme pepsinogen is a protein digesting enzyme of the human digestive system. Name the digestive gland which secrete this enzyme. Pepsinogen എന്നുള്ളത് എവിടെ നിന്നാണ് സെക്രീറ്റ് ചെയ്യുന്നത്? How does pepsinogen change into active form? എങ്ങനെയാണ് പെപ്സിനോജൻ പെപ്സിൻ ആവുന്നത്? Complete the following sentence. Pepsin converts protein into proteoses and dash. August 2014 വന്ന ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് നോക്കാം. ജസ്റ്റ് പെപ്സിനോജൻ എന്ന് പറഞ്ഞിട്ടുള്ള എൻസൈമിനെ സെക്രീറ്റ് ചെയ്യുന്ന ഗ്ലാൻഡ് സ്റ്റൊമക്കാണ്, അല്ലെങ്കിൽ ഗ്യാസ്ട്രിക് ഗ്ലാൻഡ് എന്ന് പറയാം. 2. പെപ്സിനോജൻ ഈസ് കൺവേർട്ടഡ് ഇൻ ടു പെപ്സിൻ ബൈ HCl.
HCl ആണ് കൺവേർട്ട് ചെയ്യിപ്പിക്കുന്നത്. പെപ്സിൻ കൺവേർട്ട്സ് പ്രോട്ടീൻ ഇൻറ്റു പ്രോട്ടിയോസസ് ആൻഡ് പെപ്റ്റൈഡ്സ് ഓർ പെപ്റ്റോൺസ്. ഈ മൂന്നെണ്ണമായിട്ടാണ് കൺവേർട്ട് ചെയ്യപ്പെടുന്നത്. പ്രോട്ടീൻ ഈസ് കൺവേർട്ടഡ് ഇൻറ്റു പ്രോട്ടിയോസസ്, പെപ്റ്റൈഡ്സ് ആൻഡ് പെപ്റ്റോൺസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 9. Identify the odd one and write the common features of other items. 2014 നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. സീക്കം, കോളോൺ, റെക്ടം ആൻഡ് റെനിൻ. ഇതിലേതാണ് ഓഡ് വൺ? ആൻസർ റെനിൻ ആണ്. ബാക്കി മൂന്നും ഇൻഡസ്റ്റൈൻ്റെ പാർട്ടാണ്. റെനിൻ ഒരു എൻസൈം ആണ്. All the others are the part of the alimentary canal. Question number 10. Observe the following diagram. Name the figure, label part A, B and D. തന്നിരിക്കുന്ന ഡയഗ്രാം എന്താണെന്ന് പറയണം. മാത്രമല്ല എ ഏതാണ്, ബി ഏതാണ് ആൻഡ് ഡി ആണ് ചോദിച്ചിരിക്കുന്നത്. സിയും ഇയും ഇവിടെ തന്നിട്ടുണ്ട്. ട്രാൻസ്വേഴ്സ് സെക്ഷൻ ഓഫ് ഗട്ട് അല്ലെങ്കിൽ TS ഓഫ് ഗട്ട് ആണ് ഈ തന്നിരിക്കുന്ന ഡയഗ്രാം. എ സെറോസയാണ് and B is muscularis and D is mucosa. ഇതാണ് മ്യൂക്കോസ, ഇത് muscularis and A is serosa. Why are villi present in the intestine not in the stomach? എന്തുകൊണ്ടാണ് villi intestine മാത്രം കാണുന്നത്, സ്റ്റൊമക്കിൽ കാണാത്തത്? Villi is meant for absorption of digested food materials. The process of digestion is completed in the intestine, not in the stomach. So villi are present in the intestine. Villi എന്നുള്ളത് ഡൈജസ്റ്റഡ് ഫുഡിൻ്റെ അബ്സോർപ്ഷന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ പ്രോസസ് ഓഫ് ഡൈജഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത് ഇൻഡസ്റ്റൈനിലാണ്. സ്റ്റൊമക്കിൽ എത്തുമ്പോഴത്തേനും സെമി ഡൈജഷൻ മാത്രമേ നടക്കുന്നുള്ളൂ. അപ്പോൾ വില്ലൈ അബ്സോർപ്ഷന് വേണ്ടിയുള്ളത് കൊണ്ട് അത് ഇൻഡസ്റ്റൈനിൽ മാത്രമാണ് കാണുന്നത്. ഹ്യൂമൻ ഡെന്റിഷൻ ഈസ് ഹെറ്ററോഡോണ്ട്. ദിസ് കണ്ടീഷൻ മീൻസ്, ഹെറ്ററോഡോണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? Presence of two types of teeth, presence of two sets of teeth, presence of different types of teeth. Teeth are placed in socket jawbone. C ആണ് ആൻസർ. Presence of different types of teeth. From the following list, pick out the enzyme that takes part in carbohydrate digestion. Carbohydrate digestionൽ ഹെൽപ്പ് ചെയ്യുന്ന എൻസൈമിൻ്റെ പേര് എന്താണെന്നുള്ളത്. ഇപ്പോൾ പെപ്റ്റൈഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവമാണ് നമ്മളവിടെ കണ്ടാൽ അത് ഓൾമോസ്റ്റ് എല്ലാത്തിൻ്റെയും പ്രോട്ടീനെ ഡൈജസ്റ്റ് ചെയ്യുന്ന എൻസൈംസ് ആയിരിക്കും. ലിപ്പേസ് എന്നാണ് നമ്മൾ കാണുന്നതെങ്കിൽ അത് ലിപ്പിഡിനെ ഡൈജസ്റ്റ് ചെയ്യുന്ന എൻസൈം ആയിരിക്കും. അമൈലൈസ് ആണെങ്കിൽ അതായിരിക്കും കാർബോഹൈഡ്രേറ്റിനെ ഡൈജസ്റ്റ് ചെയ്യുന്ന എൻസൈം. ക്വസ്റ്റ്യൻ നമ്പർ 14. ഒബ്സർവ് ദ ഗിവൺ ഡയഗ്രാം ആൻഡ് ഐഡൻറ്റിഫൈ ദ പാർട്സ് നോട്ടഡ് ആസ് A, B and C. എയും ബിയും സിയും എന്താണെന്ന്. ഇതാണ് എ. റൈറ്റ് ദ റോൾ ഓഫ് സെക്രീഷൻ സ്റ്റോർഡ് ഇൻ ദ പാർട്ട് എ. ഇവിടെയുള്ള പാർട്ടിൻ്റെ സെക്രീഷൻ്റെ ഫംഗ്ഷൻ എന്താണ്? എ എന്നുള്ളത് ഗോൾ ബ്ലാഡർ ആണ്, ബി ഈസ് ഡിയോഡിനം ആൻഡ് സി ഈസ് pancreas. The secretion stored in the gallbladder is, that is A, is bile. It helps in the emulsification of fats and also activates lipases. Next, dental formula of a permanent teeth in man is. ഇതിലെ തന്നിരിക്കുന്നതിൽ ഏതാണ് പെർമനൻറ്റ് ടീത്തിൻ്റെ ഡെൻറ്റൽ ഫോർമുല? ആൻസർ എ. അതിൻ്റെ മുമ്പ് വേറൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഒബ്സർവ് ദ ഡയഗ്രാം ആൻഡ് ലേബൽ എ ആൻഡ് ബി. തന്നിരിക്കുന്ന എയും ബിയും ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ എ എന്ന് കാണിച്ചിരിക്കുന്നത് 1, 2 കഴിഞ്ഞ് 3 ആണ്. മൂന്നാമത്തെ ടീത്ത് ഏതാണെന്നാണ്. എ കനൈൻസ് ആണ്, ബി കാണിച്ചിരിക്കുന്നത് മോളാസ് ആണ്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഡെൻറ്റൽ ഫോർമുല. ഡെൻറ്റൽ ഫോർമുല 2, 1, 2, 3 ഡിവൈഡഡ് ബൈ 2, 1, 2, 3. അതായത് അപ്പർ ജോലും 2, 1, 2, 3 ആയിരിക്കും, ലോവർ ജോലും 2, 1, 2, 3 ആയിരിക്കും. കംപ്ലീറ്റ് ദ ഫോളോയിങ് ടേബിൾ വിച്ച് ഷോസ് ഡൈജസ്റ്റീവ് ഗ്ലാൻഡ്സ് ആൻഡ് ദർ എൻസൈം ഇൻ എൻ അഡൽട്ട് മാൻ. ഒരു അഡൽട്ട് മാനിൽ കാണുന്ന ഡൈജസ്റ്റീവ് ഗ്ലാൻഡ്, അതിൻ്റെ എൻസൈംസ്, അതിൻ്റെ ഫങ്ഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. അതിൽ A, B, C, D ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഗ്യാസ്ട്രിക് ഗ്ലാൻഡ് ഇവിടെ A എന്ന് കൊടുത്തിട്ടുണ്ട്, പ്രോട്ടീൻ ഡൈജഷനാണ്. നമുക്ക് ആൻസർ നോക്കാം. ഗ്യാസ്ട്രിക് ഗ്ലാൻഡിലെ എൻസൈമിൻ്റെ പേര് പെപ്സിൻ ആണ്. സലൈവറി ഗ്ലാൻഡ്, സലൈവറി അമൈലേസ് എന്തിൻ്റെ ഡൈജഷന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? ബി കാർബോഹൈഡ്രേറ്റ് ഡൈജഷനാണ്. ഡാഷ് ന്യൂക്ലിയേസ്, ന്യൂക്ലിക് ആസിഡ് ഡൈജഷൻ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ സി ഗ്ലാൻഡിൻ്റെ പേര്, അതായത് ന്യൂക്ലിയസ് എന്നുള്ള എൻസൈം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്ലാൻഡിൻ്റെ പേര്. ന്യൂക്ലിയസ് എന്നുള്ള എൻസൈമിൻ്റെ ഡൈജഷൻ ചെയ്യുന്ന ഗ്ലാൻഡിൻ്റെ പേര് ഇൻഡസ്റ്റൈൻ ആണ്. ലിപ്പിഡ് ഓർ ഫാറ്റ് ഡൈജഷൻ ആണ് ഡി യൂസ് ചെയ്യുന്നത്.
Certain indicates regarding the layers in the wall of the alimentary canal are given. Name the layer against the indicator. Formed of loose connective tissue containing nerves and blood vessels. ലൂസ് കണക്റ്റീവ് ടിഷ്യൂ ഉള്ള നെർവ്സും ബ്ലഡ് വെസലും ഉള്ള സെല്ലിൻ്റെ പേരെന്താണ്? സബ്മ്യൂക്കോസ. ഇന്നർമോസ്റ്റ് ലൈനിങ് ഫോംസ് ദ റിയൂഗെ ഇൻ ദ സ്റ്റൊമക്ക്. റിയൂഗെ ഉള്ള ഭാഗത്തിൻ്റെ പേര് മ്യൂക്കോസ, ഏറ്റവും ഉള്ളിലുള്ള ലെയറാണ്. ഫോംഡ് ബൈ സ്മൂത്ത് മസിൽസ് മസ്കുലാരിസ്. ഔട്ടർമോസ്റ്റ് ലെയർ മേഡപ്പ് ഓഫ് മീസോത്തീലിയം സെറോസ. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്, 4 പോയിൻ്റ് എഴുതിയാൽ. Question number 18. Protein digestion by proteolytic enzyme is given below. Name the enzymes marked as A and B. Identify the gland which secrete these enzymes. Write the inactive form of the enzymes. ഇത് നേരത്തെ വന്ന ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ എൻസൈം എ ഏതാണ്, ബി ഏതാണ്, ഏത് ഗ്ലാൻഡിൽ നിന്നാണ് സെക്രേറ്റ് ചെയ്യുന്നത്, ഇതിൻ്റെ ആദ്യത്തെ ഇനാക്റ്റീവ് ഫോംസ് എന്തെല്ലാം ആയിരുന്നു? കൈമോട്രിപ്സിനും കാർബോക്സി പെപ്റ്റിഡേസും ആണ് എൻസൈംസ്. ഗ്ലാൻഡ് പാൻക്രിയാസ് ആണ്. ഇനാക്റ്റീവ് ഫോം ഓഫ് ദ എൻസൈംസ് കൈമോട്രിപ്സിനോജൻ്റെത് കൈമോട്രിപ്സിനോജൻ ആണ്. അതേപോലെ കാർബോക്സി പെപ്റ്റിഡേസിൻ്റെത് പ്രോ കാർബോക്സി പെപ്റ്റിഡേസ് ആണ്. Question number 19. The antibacterial enzyme present in the saliva of man which helps in the prevention of infection. സലൈവയിൽ കാണുന്ന ആൻറ്റിബാക്ടീരിയൽ എൻസൈമിൻ്റെ പേര് ലൈസോസൈം. ഡൈജസ്റ്റീവ് എൻസൈമിൻ്റെ പേര് സലൈവറി അമൈലേസ്. പ്രസൻസ് ഓഫ് 2 sets of teeth in the lifetime. അതിന് പറയുന്ന 1 word എന്താണെന്നാണ് ക്വസ്റ്റ്യൻ നമ്പർ 20. ഡൈഫിയോഡോണ്ട്. 2 sets of teeth. Teeth are present in socket of jawbone. അതിന് പറയുന്ന പേര് തിക്കോഡോണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 21. The following diagram shows the action of protein digesting enzymes of pancreas. Label the number 1, 2, 3. ഇവിടെ തന്നിരിക്കുന്ന 1 ഏതാണ്, 2 ഏതാണ്, 3 ഏതാണ്? Trypsinogen is converted into trypsin by an enzyme enterokinase. Enterokinase വഴിയാണ് ഈ ട്രിപ്സിനോജൻ ട്രിപ്സിനായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. 2. കൈമോട്രിപ്സിനോജന് കൈമോട്രിപ്സിൻ ആവാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ട്രിപ്സിനാണ്. രണ്ടാമത് ട്രിപ്സിനാണ്. കൺവേർട്ട് ചെയ്യപ്പെടുന്നത് കൈമോട്രിപ്സിനായിട്ടാണ്. ഇനി എൻഡോക്രൈൻ പാർട്ട് ഓഫ് ദ പാൻക്രിയാസ്. പാൻക്രിയാസിൻ്റെ എൻഡോക്രൈൻ പാർട്ടിൻ്റെ പേര് ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ്. ക്വസ്റ്റ്യൻ നമ്പർ 22. നെയിം ദ ഫോളോയിങ്. ദ കാർബോഹൈഡ്രേറ്റ് സ്പ്ലിറ്റിംഗ് എൻസൈം പ്രസൻറ്റ് ഇൻ ഹ്യൂമൻ സലൈവ. ദ ആൻറ്റിബാക്ടീരിയൽ എൻസൈം പ്രസൻറ്റ് ഇൻ ഹ്യൂമൻ സലൈവ. അതായത് എൻസൈം സലൈവയിൽ കാണുന്നത്. നേരത്തെ വന്ന ക്വസ്റ്റ്യനാണ് സലൈവറി അമൈലേസ്. ആൻറ്റിബാക്ടീരിയൽ എൻസൈമിൻ്റെ പേര് ലൈസോസൈം. ഇനി പ്രോട്ടീൻസ്, പെപ്റ്റൈഡ്സ്, പ്രോട്ടിയേസസ് എവിടെയാണ് ഈ ഒരു പ്രോസസ്സ് നടക്കുന്നതെന്നാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഇൻറ്റസ്റ്റൈനിലാണ് ഈ ഒരു ഡൈജഷൻ നടക്കുന്നത്. രണ്ടാമത്തത് പ്രോട്ടീൻസ് ആർ കൺവേർട്ടഡ് ഇൻറ്റു പ്രോട്ടിയോസസ് ആൻഡ് പെപ്റ്റോൺസ്. ഈ ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ ഡൈജഷൻ നടക്കുന്നത് സ്റ്റൊമക്കിലാണ്. ഇൻറ്റസ്റ്റൈനൽ ഡൈജഷൻ എഴുതാം, അല്ലെങ്കിൽ ഇൻറ്റസ്റ്റൈൻ എഴുതിയാലും മതി. സ്റ്റൊമക് ഡൈജഷൻ എഴുതാം, അല്ലെങ്കിൽ ഗ്യാസ്ട്രിക് ഡൈജഷൻ എഴുതാം. ക്വസ്റ്റ്യൻ നമ്പർ 23. ലേബൽ A, B, C and D. Write any 2 structural modifications of mucosa at different parts of gut. സെറോസ. A സെറോസയാണ്, B മസ്കുലാരിസ് ആണ്, C സബ്മ്യൂക്കോസയാണ്, ആൻഡ് D is മ്യൂക്കോസ. 2 ഭാഗത്ത് എലിമെൻ്ററി കനാലിൻ്റെത് ഈ മ്യൂക്കോസക്ക് ചെറിയ വേരിയേഷൻസ് വരുന്നുണ്ട്. അതെന്തൊക്കെയാണെന്നാണ് ക്വസ്റ്റ്യൻ. ഇൻറ്റസ്റ്റൈനിലാണെങ്കിൽ ആ മ്യൂക്കോസയിൽ വരുന്ന പ്രൊജക്ഷൻസിന് പറയുന്ന പേര് വില്ലസ് എന്നാണ്. സ്റ്റൊമക്കിലാണെങ്കിൽ അതിന് പറയുന്ന പേര് റിയൂഗെ എന്നാണ്. ക്വസ്റ്റ്യൻ നമ്പർ 24. എൻസൈംസ് പ്രസൻറ്റ് ഇൻ സലൈവ, gastric juice and intestinal juice are given in the box. Identify the enzyme present in gastric juice and intestinal juice, 1 each. താഴെ തന്നിരിക്കുന്ന എൻസൈമിൽ ഗ്യാസ്ട്രിക് ജ്യൂസിലും ഇൻറ്റസ്റ്റൈനൽ ജ്യൂസിലും കാണുന്ന ഓരോ എൻസൈമിൻ്റെ പേര് എഴുതാൻ, മാത്രമല്ല അതിൻ്റെ ഡൈജസ്റ്റീവ് ഫംഗ്ഷനും എഴുതണം. ഗ്യാസ്ട്രിക് ജ്യൂസിലുള്ളത് പെപ്സിനാണ്, ഇൻറ്റസ്റ്റൈനൽ ജ്യൂസിലുള്ളത് ട്രിപ്സിനോജനാണ്. Pepsin converts proteins into proteases and peptones. Trypsinogen is converted firstly into trypsin by enterokinase. Trypsin converts proteins, proteases and peptones into dipeptides. ഇതാണ് രണ്ടിൻ്റെയും ഫംഗ്ഷനും. പെപ്സിൻ്റെ ഫംഗ്ഷനും ട്രിപ്സിൻ്റെ ഫംഗ്ഷനും ഇവിടെ എഴുതിയിട്ടുണ്ട്. Question number 25. The products of digestion like glucose and amino acids are absorbed to the blood by active transport.
whereas electrolytes like chloride ions are generally absorbed by simple diffusion. How will you differentiate active transport from simple diffusion? എങ്ങനെയാണ് സിമ്പിൾ ട്രാൻസ്പോർട്ടും സിമ്പിൾ ഡിഫ്യൂഷനും ആക്റ്റീവ് ട്രാൻസ്പോർട്ടും തമ്മിലുള്ള വ്യത്യാസം? ആക്റ്റീവ് ട്രാൻസ്പോർട്ട് ഇസ് എ മെക്കാനിസം വിച്ച് റിക്വയേഴ്സ് എനർജി. എനർജിയിൽ ആവശ്യമുള്ള ട്രാൻസ്പോർട്ടിനെയാണ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത്. ഇവിടെ പാസേജ് ഓഫ് സബ്സ്റ്റൻസ് ആർ എഗെയിൻസ്റ്റ് കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റ്. കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റിന് എഗെയിൻസ്റ്റ് ആയിട്ടായിരിക്കും, അതായത് ലോന്ന് ഹൈയിലേക്കായിരിക്കും പോകുന്നത്, അതുകൊണ്ട് അതിനൊരു എനർജി ആവശ്യമാണ്. Whereas simple diffusion is passive transport. Passive transportil വരുന്നതാണ് ആര്? Simple diffusion. It does not require energy. Energy ആവശ്യമില്ല. Because the passage of substances are in the concentration gradient. Passage of substances concentration gradient ലായിരിക്കും. Okay. Thank you.